زملوني 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 കൊച്ചി മുസിരിസ് ബിനാലെ 2014 ഇന്ന് നമുക്ക് അതിഥിയായി ഉള്ളത് പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമൊക്കെയായ ശ്രീ ഷഹബാസ് അമനാണ്. അദ്ദേഹം കൊച്ചി മുസിരിസ് ബിനാലെയെക്കുറിച്ചും ഒപ്പം ബിനാലെയും സംഗീതവും തമ്മിലുള്ളൊരു ബന്ധവും എല്ലാം കോർത്തിണക്കിയുള്ള ഒരു എപ്പിസോഡാണ് ഇത്തവണ പ്രേക്ഷകർക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. എങ്ങനെയാണ് മുസിരിസ് ബിനാലെയുടെ ഒരു ഓർമ്മകൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും എങ്ങനെ? അത് ഇന്ന് രണ്ട് ബൈനാലകൾ തമ്മിലുള്ള നേരിയ വ്യത്യാസങ്ങളെ ആസ്പദമാക്കി പറയേണ്ട കാര്യമല്ല. അത് വാസ്തവത്തിൽ ഒരു ദീർഘകാലം കൊണ്ട് അല്ലെങ്കിൽ ഒരു ലോങ് പ്രോസസ്സിൽ നമ്മുടെ ഭാവുകത്വത്തിനെ കാര്യമായി മാറ്റിമറിക്കാൻ കഴിവുള്ള ഒന്നാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ പ്രോഗ്രസീവായിട്ടുള്ള ഏരിയയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ബിനാലെ കൊണ്ടും ആയിരിക്കില്ല, അടുത്ത ബിനാലയും കൂടി ചേർന്ന് വരുമ്പോഴത്തേക്കായിരിക്കും നമ്മൾക്ക് കഴിഞ്ഞതിൻ്റെ ഫലം കിട്ടിവരിക. ഇത് കണ്ടുപോകുന്ന എല്ലാവരെയും നമുക്ക് ചിലപ്പം ഫോളോ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല. എത്ര മനുഷ്യരിവിടെ വന്നു പോകുന്നു, സ്ത്രീകൾ, കുട്ടികൾ, കുടുംബങ്ങൾ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവരെവിടേക്കാണ് പോകുന്നത്. അവരൊരു പക്ഷേ ഫോളോ ചെയ്ത് പോയാൽ സൂക്ഷ്മമായ ചില വ്യതിയാനങ്ങൾ നമുക്ക് പിന്നീട് കണ്ടെത്താൻ പറ്റിയേക്കും. അതിന് നമുക്ക് അല്പം കൂടി സമയം വേണം. അപ്പോൾ ഈ കണ്ടുപോയവർക്കും ഇനി കാണാൻ വരുന്നവർക്കുമായ ഒരു സംഗീതം അത് ഏതാണ്? ഏതെങ്കിലും പറയാനില്ല. ഇഷ്ടമുള്ളത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് ഉസ്താദ് മെഹദി ഹസനാണ്. അപ്പം അതൊരു ദീർഘമായ ഗസലാണ്, രഞ്ജിഷി സഹി. അതിൽ നിന്നൊരു അല്പഭാഗം നിങ്ങൾ പറഞ്ഞ ശ്രദ്ധിക്കുമ്പോഴാണ്. रंजिशी सही दिल ही दुखाने लिया, रंजिशी सही आप से मुझे छोड़ के जाने लिया, रंजिशी सही मराज़ न सही फिर भी कभी तो पहले से, मराज़ न सही फिर भी कभी तो रस्मों रह दुनिया निभाने लिया, ബാലപ്രതിഭയായിരുന്ന ക്ലിൻറ്റിൻ്റെ ഒരു ഓർമ്മ സ്ഫുരിക്കുന്ന ഒരിടമാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ തവണത്തെ ബിനാലയുടെ ഒരു സവിശേഷത കുട്ടികൾക്കുള്ള ബിനാലയാണ്. അതിൽ ക്ലിൻറ്റ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. തീർച്ചയായിട്ടും ക്ലിൻറ്റ് ശരിക്കും പറഞ്ഞാൽ മുതിർന്നവർക്ക് കുട്ടികളെ ഒരു കാലത്തും മനസ്സിലായിട്ടില്ലെന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് ക്ലിൻറ്റ് എല്ലാ നിലയിലും ഒരു അത്ഭുതമാണ്. എത്ര 25,000 ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത്. ഏത് പ്രായത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ആയുഷ്കാലം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു സെൻസിബിലിറ്റിയെ, നമ്മുടെ ഒരു മനഃശാസ്ത്ര ധാരണയാലും ശരി, എന്ത് ധാരണയാലും ശരി, അതിനൊക്കെ ക്ലിൻറ്റ് പൊളിക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ പതുക്കെ കഠിനമായ ജീവിത വഴികളിലൂടെ കടന്നു വന്ന് വലിയ ചിത്രകാരനായി എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള എല്ലാ ഹിസ്റ്ററിയെയും ക്ലിൻറ്റ് പൊളിക്കുകയാണ്. ക്ലിൻറ്റ് പൊളിക്കാൻ മീൻസ് ക്ലിൻറ്റിനെ കുറിച്ചുള്ള ക്ലിൻറ്റിൻ്റെ കഥ നമ്മളിൽ അതൊക്കെ പൊളിച്ചെഴുതുന്നുണ്ട്. ക്ലിൻറ്റ് പൊളിച്ചു എന്നല്ല മാത്രമല്ല, ഈ ബൈനയിൽ ഈ ഗാലറി, നമ്മൾ ഇരിക്കുന്ന ഗാലറിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൻ്റെ മുത്താണ്
ശരിക്കും ക്ലിൻറ്റ്. Yeah. ലോകത്തിന് മുന്നിൽ ക്ലിൻറ്റിന് ഇത്ര മനോഹരമായിട്ട് ഏറ്റവും എല്ലാ ബഹുമാനവും ഒരു കുഞ്ഞിന് നൽകിയിട്ട് ഇതിവിടെ ചെയ്തിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട് റിയാസ് കോമു പറയുന്നത് ലോകത്തെ ചരിത്രകാരന്മാർ വന്ന് ഈ ഗാലറി കണ്ട് അത്ഭുതപ്പെട്ട് ഞെട്ടി എന്നാണ് ക്ലിൻറ്റിൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ട്. അപ്പം എന്താണ് ക്ലിൻറ്റ് ഭയങ്കര അത്ഭുതം. എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് സംഗീത ലോകത്തു നിന്നുള്ള എൻ്റെ സഹൃദയരായ കൂട്ടുകാരികൾ ഒരു നിമിഷമെങ്കിലും ഈ ഗാലറിയിൽ വന്ന് നിൽക്കണം. അപ്പോൾ ക്ലിൻറ്റിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് ക്ലിൻറ്റിന് എന്താണ് പാടിക്കൊടുക്കുക? ക്ലിൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ചിത്രങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു പാട്ടിലേക്ക് വരാനായിട്ട് കഴിയുന്നില്ല. അതങ്ങനെ നിൽക്കട്ടെ എന്ന് പറയും. ഇപ്പോൾ കൊച്ചിയിൽ വരുമ്പോൾ കൊച്ചിയിൽ നമ്മുടെ വേദി ബിനാലെ ആക്കിയിരിക്കുന്നു. കൊച്ചി അത് അങ്ങനെ ഒരു ഒബ്സർവേഷൻ എനിക്ക് തോന്നി. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചിക്ക് പലതരത്തിലുള്ള പ്രത്യേകത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ ഞാൻ മലപ്പുറത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. മലപ്പുറത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിൻ്റെ പ്രത്യേകത അതൊരു ചരക്കല്ലും കുന്നും ഒരു അങ്ങനെയൊക്കെയുള്ള ഒരു പ്രദേശം. ഞങ്ങൾക്ക് ജലസാന്നിധ്യം എന്ന് പറയുന്ന കടലില്ല, ട്രെയിനുമില്ല. കൊച്ചി വേറൊരു സ്ഥലമാണ്. കൊച്ചി പക്ഷേ ഇപ്പം ഞാൻ ജീവിക്കുന്ന നഗരത്തിന് കോഴിക്കോടിന് ഇതുമായിട്ടുള്ളൊരു ബന്ധം തീരദേശത്തിൻ്റെ കടൽ, ട്രെയിൻ, സംഗീതം, ഫുഡ്, ഈ രണ്ട് തീരങ്ങളും തമ്മിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള ബന്ധം എന്ന് പറയുന്നത് ഒന്ന് കോഴിക്കോടിൻ്റെ തീരത്ത് ബാബുരാജ് നിൽക്കുന്നു, കൊച്ചിയുടെ തീരത്ത് ഉസ്താദ് മെഹബൂബായി നിൽക്കുന്നു. അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളത് ആ രണ്ട് പ്രതിഭകൾ ചേർന്ന ഒരു വലിയ പാട്ട് അടുത്ത കാലത്ത് അന്യ റസൂൽ എന്ന് പറഞ്ഞ ചിത്രത്തിന് വേണ്ടിയിട്ട് പാടാനായിട്ടൊരു ഭാഗ്യം കിട്ടി. ഞാൻ ബൈനയിൽ കൊച്ചിയിൽ നിൽക്കുന്നതിൻ്റെ പ്രത്യേകത പറയുന്ന കൂട്ടത്തിൽ ഇത് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വന്നു. കണ്ട് കണ്ണ് കഥകൻ മറവിൽ നിന്ന് കരിനീല കണ്ണുള്ള പെണ്ണ് കരിമഷി പരത്തിയ കണ്ണ് കണ്ട് രണ്ട് കണ്ണ് കഥകൻ മറവിൽ നിന്ന് കരിനീല കണ്ണുള്ള പെണ്ണ് കണ്ട് രണ്ട് കണ്ണ്. അപ്പം ഈ കായൽ തീരത്ത് നിങ്ങൾക്കറിയാം ജോൺ എബ്രഹാമിൻ്റെ അമ്മ അറിയാനിൽ ഫോർട്ട് കൊച്ചി ഒരു സുപ്രധാനമായ കഥാപാത്രമാണ്. ജോണിനെ പോലത്തെ ഒരു തത്വചിന്തകൻ അല്ലെങ്കിൽ ചലച്ചിത്രകാരൻ ഫോർട്ട് കൊച്ചി ഒരു സവിശേഷ കഥാപാത്രമാക്കിയതിന് ഇതേപോലത്തെ കാരണങ്ങളുണ്ടാവും. മെഹബൂബ് സാഹിനെ പോലത്തെ ഒരാൾ അവധൂതനെ പോലെ ജീവിച്ച ഒരു മണ്ണ്, ഈ കായൽ തീരം. എനിക്ക് തോന്നുന്നില്ല ബൈനയിൽ കേരളത്തിൽ മറ്റേതെങ്കിലും പ്രദേശത്ത് ഇത്ര സാധ്യമാവുന്നു. ഒരു പക്ഷേ ഇവിടെ തന്നെയാണ് ബൈനയിൽ നിൽക്കേണ്ടത്, ആപ്റ്റാവുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. പല കാരണങ്ങൾ. അതിൽ തന്നെ ഫോർട്ട് കൊച്ചിയുടെ ഒരു ടെറൈന് തന്നെ നമ്മളൊരു രണ്ട് തെരുവുകളിലൂടെ ഒരു പ്രിൻസ് സ്ട്രീറ്റ് കടന്ന് ഇങ്ങനെ പോയി കഴിയുമ്പോൾ തന്നെ ശരിക്കും ഈ നഗരം തന്നെ ഒരു ഏരിയൽ വ്യൂവിലൊരു ഒരു ഇൻസ്റ്റാലേഷനാണ് ആക്ച്വലി. അപ്പോൾ ബൈനയിൽ ഇവിടെ എല്ലാ നിലയിലും ഫിറ്റാണ്. ഞാൻ വിചാരിക്കുന്നത് ചിത്രത്തിന് ഇത്തരത്തിലുള്ള ഇൻസ്റ്റാലേഷൻസുകൾക്ക് അതിനൊക്കെ തകർക്കാനുള്ള വലിയ ശക്തിയുണ്ട്, വലിയ കഴിവുണ്ട്. അതങ്ങനെ നീറിപ്പടരുകയാണെങ്കിൽ ഭാവിയിൽ നമ്മൾക്കൊരു സാധാരണ തരത്തിലുള്ള പാട്ട് ആലോചിക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരാം. മേ ബി അങ്ങനെ വന്നാൽ നമുക്ക് ഒരു ആൾട്ടർ മ്യൂസിക് ഉണ്ടായേക്കാം. അതിനെ സ്വപ്നം കാണാനുള്ളൊരു അവകാശം നമുക്കില്ല. അതാണ്
കൊച്ചിയിൽ വരുന്ന കലാകാരന്മാർ ഇപ്പോൾ വിദേശത്ത് നിന്ന് മറ്റുമായി നിരവധി ആളുകൾ പല ദേശങ്ങളിൽ നിന്ന് ഒത്തുകൂടുന്ന സ്ഥലം. അവരുടെ ഒരു സംഗീതം എങ്ങനെയാണ്? അവർക്ക് എങ്ങനെയാണ് ഇഷ്ടം? ഏത് തരം സംഗീതത്തോടാണ് ഇത്രയും പ്രതിഭ എന്നുള്ള നിലയിൽ എങ്ങനെ തോന്നിയിട്ടുണ്ട് അത്? ആരെവിടെ പോയാലും സ്വാഭാവികമായിട്ടും തിരക്കുന്നത് ആ പ്രദേശത്തിൻ്റെ വെയിനിൻ്റെ ഉള്ളിലുള്ള മ്യൂസിക് എവിടെയെന്നായിരിക്കും. അതുകൊണ്ടൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന സഞ്ചാരികളും അത് കണ്ടെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. അവർക്കത് കിട്ടിയോന്നറിയില്ല. നമ്മൾ എല്ലാ അങ്ങാടിയിലും സിനിമാ പാട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇതാണ് നമ്മുടെ പാട്ടെന്ന് അവർ വിചാരിച്ചോന്നറിയില്ല. ആ കാര്യം നമുക്ക് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. അവരോട് അത്തരം കോൺവെർസേഷൻസ് നടത്തേണ്ടതുണ്ട്. ഞാൻ വിചാരിക്കുന്നു കൊച്ചിയുടെ മ്യൂസിക് വെയിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം ബൈനേലിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സെമിനാറിൽ നടക്കും എന്ന് വിചാരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് റിയാസ് കോമുവിനോട് ഞാനത് സൂചിപ്പിക്കും. അദ്ദേഹം ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ അത് ആഗ്രഹിക്കുന്ന ആളാണ്. മാത്രമല്ല അവരുടെ ഒരു ബൈനേലിൻ്റെയൊക്കെ ശരിക്കുള്ള ഡെപ്തും അതാണ്. അത് റിയാസിനും ബോസിനും ശരിക്കും അറിയാം. അവരതിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് ഒരു പക്ഷെ പെട്ടെന്ന് സാധ്യമാവുന്നതാവണമെന്നില്ല. ഒരു പക്ഷെ അത് അതിലേക്ക് എത്തും. തീർച്ചയായിട്ടും അതിലേക്ക് എത്തും. അവരത് തന്നെയാണ് കണ്ടെത്താനായിട്ട് കുഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കാം. ഒത്തിരി യാത്രകളൊക്കെ ചെയ്തിട്ടുള്ളതാണ് കുറച്ച് യാത്രകൾ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ യാത്രകളുടെ ഭാഗമായി നമുക്ക് മ്യൂസിക്കും യാത്രകളും ഒക്കെ കൂടെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കൊച്ചിയിൽ വരുമ്പോൾ അങ്ങനെ അതല്ലെങ്കിൽ ഇഷ്ടമുള്ള സംഗീതം കേൾക്കാൻ കൊച്ചിയിൽ ഇപ്പം കൊച്ചിയെക്കുറിച്ചുള്ളൊരു പാട്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് ഇപ്പം കണ്ട് രണ്ട് കണ്ണ് നമ്മൾ മൂളിയല്ലോ, അതേ ഫിലിമിൽ തന്നെ ഇതും എനിക്ക് പാടാനായിട്ട് ഞാൻ ഇതിനെ ഭാഗ്യം എന്നാണ് പറയുന്നത്. കാരണം കേരളത്തിൻ്റെ ആദ്യത്തെ വർക്കിംഗ് ക്ലാസ് ബ്ലൂസ് എന്നാണ് ആ സോങ്ങിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ. കാരണം നമ്മൾ പിന്നെ ബലികുടീരങ്ങളെയൊക്കെ പോലെയുള്ള പാട്ടുകളെ നമ്മളുടെ റവല്യൂഷണറി സൈഡിൽ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിലും നല്ല കാര്യം, എല്ലാം ശരിയാണ്. എങ്കിലും എനിക്ക് തോന്നുന്നു വളരെ ഇമ്മീഡിയറ്റായിട്ട് ഡയറക്റ്റായിട്ട് ഒരു തൊഴിൽ പ്രശ്നം ഒരു പ്രദേശത്ത് നിന്നിട്ട് അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി പാടി ആ ഫങ്ഷനിൽ വെച്ച് തന്നെ തൊഴിലാളികളുടെ പ്രതിഷേധവും സങ്കടമൊക്കെ അറിയിച്ച ഒരു പാട്ട് എന്ന് പറയുന്നത് ആ നിലയിൽ ആദ്യത്തെ വർക്കിംഗ് ക്ലാസ് ബ്ലൂസ് എന്ന് പറയാവുന്ന ശരിക്കും കായലിനരികെ കൊച്ചിക്കായലിന് ശരിക്കും സംസ്കാരവും മാത്രമല്ല, സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശ സാധാരണ മനുഷ്യൻ്റെ പ്രശ്നം തുടിച്ചു നിൽക്കുന്നത് തന്നെയായിരിക്കും ആ പ്രദേശത്തിൻ്റെ സംഗീതം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എപ്പോഴും അങ്ങനെയായിരിക്കും. കായലിനരികെ കൊച്ചിക്കായലിനരികെ കൊടികൾ പരത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്ത് നിൽക്കും കമ്പനികൾ. കായലിനരികെ കായലിനരികെ കൊച്ചിക്കായലിനരികെ കൊടികൾ പരത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്ത് നിൽക്കും കമ്പനികൾ. കായലിനരികെ ഇവിടെ നിന്ന് നിരന്നുന്ന കപ്പലുകളെ കുറിച്ചൊക്കെ പറയുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ. ചുവന്ന പട്ടൊരു മാലം കെട്ടിക്ലാല വെള്ളിയരഞ്ഞാൽ അണിഞ്ഞു നിൽക്കും ബിയല്ല പരുന്തു പാറും പടം പതിച്ചൊരു പ്രസിഡല്ല ചുരുട്ടു കുറ്റികൾ പുകച്ചു നിൽക്കും സ്റ്റീൽ ഓളം അങ്ങനെ പല പല കപ്പലുകൾ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കൊച്ചി വേദിയായി എടുക്കുമ്പോൾ ഓരോ ഇപ്പോൾ 8 വേദികളിലാണ് ഈ ബൈനൽ നടക്കുന്നത്. അപ്പോൾ ഓരോ വേദിയും അതിൻ്റെതായ തനത് ആ ഒരു ഇത് ഒന്നും കളയാതെ നമ്മുടെ ആ സംസ്കാരം ചോരാതെയാണ് ബിനാലെ ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇത് ഒരു നമ്മുടെ സംസ്കാരത്തെ മാത്രം നിലനിർത്തുക അങ്ങനെയൊന്നുമല്ല. ഒരേ സമയം ഒരു സ്ഥലത്ത് വേരൂന്നിക്കൊണ്ട് തന്നെ അത് പടരുകയാണ് ചെയ്യുക. അങ്ങനെ 2 പ്രോസസ്സ് അതിന് എപ്പോഴും ഉണ്ട്. നമ്മൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങും, നാച്ചുറലി ശരിയാണ്. അപ്പം മാത്രമല്ല നമ്മൾ ആഴ്ന്നിറങ്ങിയാലും അവിടെ നിൽക്കുകയല്ല ചെയ്യുന്നത്. ഈ വേര് ജലം തേടി പോകുന്ന വേരുകളാണ് ഇതൊക്കെ. ബ്രാഞ്ചസും അതേപോലെ തന്നെയാണ്. റൂമിയുടെ ഒരു വാക്കുകളുണ്ട്, ഒരു മരത്തെ നോക്കും, വേരുകൾ മണ്ണിനടിയിൽ അടിയിൽ അടിയിൽ അടിയിൽ, പക്ഷേ കാണാം അതിൻ്റെ അടയാളം ഇലയിൽ ഇലയിൽ ഇലയിൽ. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക. വാസ്തവത്തിൽ നമ്മളെല്ലാവരും കുട്ടികളെ പോലെ ആനന്ദിക്കുകയാണെന്ന് വെച്ചോ, അപ്പോൾ ഒരു ബൈനയിലൊരു സ്ഥലത്ത് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ വാസ്തവത്തിലൊരു നമുക്ക് ചിത്രം ഒരു സ്ഥലത്ത് വെക്കേണ്ടി വരുന്നതന്നെ എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ സപ്രസ് ചെയ്യുമ്പോഴാണ്. ആ ചിത്രം
വേണം പിന്നെ നിങ്ങളോട് കാര്യം പറയാനുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് അവിടെ ഒരു ശില്പം വെക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ അത് വേണ്ട. അപ്പം ബൈനയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പായി, എന്തോ നമുക്ക് മിസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബൈനയിൽ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് നമുക്ക് കിട്ടേണ്ടതുണ്ട്. അത് ബൈനയിൽ 1, 2 ആയില്ല ഇപ്പോൾ. അങ്ങനെ ഒരു വശത്ത് ബൈനയിൽ വരുന്നു, ഒരു വശത്ത് മ്യൂസിക് ഫെസ്റ്റ്. നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ വരാനുണ്ട്, മ്യൂസിക് ഫെസ്റ്റിവൽസ്. അങ്ങനെ ഇത് വന്ന് നമ്മളതിൻ്റെ എക്സ്റ്റസിയിലെത്തുമ്പം നമുക്കൊന്നും വേണ്ട, പിന്നെ നമുക്ക് ബൈനയിലൊന്നും വേണ്ടിയല്ല. പക്ഷെ അതുകൊണ്ട് ഇതൊക്കെ ഇപ്പം നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എവിടെ എത്തിയിട്ടില്ല, നമുക്ക് ചില കാര്യങ്ങൾ ആവശ്യം, മിസ് ചെയ്ത് നമുക്ക് വേണം. അതുകൊണ്ട് അതെ തീർച്ചയായിട്ടും. ഈ മ്യൂസിക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് മ്യൂസിക് വളരെ ബൈബർ തന്നെ പ്രത്യേക തരത്തിൽ നിൽക്കുന്നൊരു കലയാണെന്ന് അതിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു തോന്നലുണ്ട്. അതുകൊണ്ട് ഞാനൊരു മ്യൂസീഷ്യനാണെങ്കിൽ പിന്നെ എനിക്കൊന്നും വേണ്ടെന്നുള്ള മട്ടിലാണ്. ക്ലിൻറ്റിൻ്റെ ചിത്രം ഉണ്ടെന്ന് കേൾക്കുന്നു. ക്ലിൻറ്റിൻ്റെ ചിത്രമൊക്കെ ഓംകാര ശബ്ദത്തിനുള്ളിൽ അന്തർലീനമാണല്ലോ, അതുകൊണ്ട് ഇനി അതൊന്നും പ്രശ്നമില്ല എന്നുള്ള മട്ടില്ല. അതൊന്നുമല്ല, ക്ലിൻറ്റിൻ്റെ ഈ ചിത്രം ഇപ്പം ക്ലിൻറ്റിൻ്റെ ഈ KSRTC ചിത്രം, ക്ലിൻറ്റിൻ്റെ പല ചിത്രങ്ങളിൽ ഉത്സവങ്ങളിൽ നിറച്ച ആളുകളുണ്ടല്ലോ, അവിടെ ഉത്സവ ചിത്രമുണ്ട്, അതിൽ നിറച്ച ആളുണ്ട്. അപ്പം ആളില്ലാത്ത ചിത്രമല്ല വരച്ചിട്ടുള്ളത് ക്ലിൻറ്റ്. പക്ഷെ എന്തുകൊണ്ട് KSRTC ഒരു കുട്ടിയില്ലാത്ത? അവിടെ ഒരു ബസ്സുണ്ട്, ആ ബസ്സിൽ ഒരൊറ്റ ആളില്ലല്ലോ. ഇവിടെ ഒരു KSRTC ഉണ്ട്, അതിൽ ഒരൊറ്റ കുട്ടിയില്ല. അതേസമയത്ത് അവിടെ ഒരു ഉത്സവമുണ്ട് ക്ലിൻറ്റിൻ്റെ, നിറച്ച് ജനമാണ് അതിന്. വൈ? അങ്ങനെ ഓംകാരനാഥത്തിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ മൊത്തം അടങ്ങിയിട്ടൊന്നുമില്ല. ഇതിൻ്റെ മുന്നിൽ ഒരു നിമിഷം വന്ന് നിൽക്കുക എന്നുള്ളതിന് എങ്ങനെ പരിപാടി. സജനി 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 ഇനി വേറെയായി കഴിയുന്നതാ വേദന. സജനി സജനി പനിനീര് കാക്കും ഉള്ളിൽ പരിഹാസമാ വേദന. സജനി 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 ഇനി വേറെയായി കഴിയുന്നതാ വേദന. സജനി സജനി പനിനീര് കാക്കും ഉള്ളിനോ പരിഹാസമാ വേദന. സജനി സജനി പതിവായി പാടി പാടിയ പാട്ടൊന്നു കേട്ടു തേങ്ങിയ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർ അകലുന്നതാണ് വേദന. പതിവായി പാടി പാടിയ പാട്ടൊന്നു കേട്ടു തേങ്ങിയ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർ അകലുന്നതാണ് വേദന. സജനി 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 ഇനി വേറെയായി കഴിയുന്നതാ വേദന. സജനി സജനി നിലാവു പെയ്ത് പെയ്തൊര സദാർദ്രമായ വീഥിയിൽ. നിലാവു പെയ്ത് പെയ്തൊര സദാർദ്രമായ വീഥിയിൽ അലഞ്ഞിടാനൊരുള്ളകം തുടിക്കലാണ് വേദന. നിലാവ് പെയ്ത് പെയ്തൊരാ സദാർദ്രമായ വീഥിയിൽ
അലഞ്ഞിടാനൊരു തുടിക്കലാണ് വേദന. സജനി 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 ഇനി വേറെയായി കഴിയുന്നതാണ് വേദന. സജനി സജനി. അപ്പോൾ തീർച്ചയായും ബിനാലയുടെ ഓരോ നിമിഷവും സംഗീത സാന്ദ്രമാണ്. എല്ലാവരെയും ബിനാലെ കാണാൻ ക്ഷണിക്കുകയാണ്. ഇത്രയും സമയം പ്രേക്ഷകർക്കായി ഞാൻ പ്രത്യേകിച്ചും പ്രേക്ഷകരോടും ഇതിനു മുമ്പേ കടപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ ആദ്യത്തെ ബിനാലയിൽ ഞാൻ ഇങ്ങനെ കടന്നു പോകുന്ന ഒരാളാണ്. ഇതേപോലെയൊക്കെ തന്നെ അതിനെ സ്നേഹിക്കുമ്പോൾ പോലും പേഴ്സണലി ഇതുമായിട്ട് അത്ര അടുപ്പമില്ല. പിന്നീടാണ് ഞാൻ റിയാസ് കോമു എന്ന ഫ്രണ്ടുമായിട്ട് ജീവിതത്തിൽ കണ്ടുമുട്ടുന്നത്. അതിന് തൊട്ട് പിന്നാലെ ബോസ്, റിയാസുമായിട്ടുണ്ടായ ഉത്തരേന്ത്യൻ യാത്രകൾ, അതൊക്കെ എന്നെ ബൈനയിലുമായിട്ട് വളരെയധികം അടുപ്പിക്കുന്നുണ്ട്. അപ്പം അഥവാ പേഴ്സണലായിട്ടുള്ള ഒരു ബന്ധമാണ് നിങ്ങളെ ബൈനയിലേക്ക് അടുപ്പിക്കുകയെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണൽ സുഹൃത്തുക്കൾ പറയുന്നത് എൻ്റെ പേരിൽ വാ എന്നാൽ. ഓക്കെ, നമുക്ക് എല്ലാവരെയും ബിനാലിലേക്ക് ക്ഷണിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ക്ലിൻറ്റിനെ ഒന്നും വരക്കാൻ ബാക്കിയുണ്ടെന്ന് തോന്നുന്നില്ല. ഒരായുഷ്കാലത്ത് അല്ലെങ്കിൽ 2 ആയുഷ്കാലത്ത് 3 ആയുഷ്കാലത്ത് വരക്കാനുള്ളത് ക്ലിൻറ്റ് വരച്ച് കഴിഞ്ഞു. പക്ഷേ ഈ ഒരൊറ്റ മുറിയിൽ ഈ ചിത്രങ്ങളെല്ലാം 25,000-ത്തിലധികം ചിത്രങ്ങൾ ഇങ്ങനെ നെഞ്ചിൽ ചേർത്ത് വെച്ചിട്ട് അത് സൂക്ഷിച്ച് വെച്ച് ഉള്ളിൽ കരയുമ്പോഴും അതൊക്കെ എടുത്തു വെച്ച് നമ്മളെ ഇന്ന് ഇത് ഇങ്ങനെ കാണിച്ചു തന്ന ക്ലിൻറ്റിൻ്റെ പാരൻസ് ഉണ്ട്. ആ സങ്കടം എവിടെ പോയി നിൽക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പം അവർക്ക് വേണ്ടിയാണ് ഇത് പാടാൻ പോകുന്നത്. സമ്മിലൂനി 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 زملوني 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 കഥകളിൽ ഇഷ്കിൻ്റെ അജബുകളോതിയ ഔലിയ പറഞ്ഞില്ല മൗത്താണ് മുഹബത്തെന്ന്, മൗത്താണ് മുഹബത്തെന്ന്. സമ്മിലൂനി زملوني 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 നിലാവിൻ്റെ കിബിറ് കൂട്ടും ഹൂറി എൻ്റെ ഹൂറി, അക്കരെ നിന്റെ ഖാനോത്ത്, ഇക്കരെ ഇക്കരെ നമ്മുടെ മുഹബത്തിൻ്റെ മയ്യത്ത്. എൻ്റെ ഖൽബദിന് മക്ബറ മക്ബറ മക്ബറ. زملوني 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 زملوني